ബിഗ് ബോസ് ലൈവിൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷാണ് തൻ്റെ ലൈഫ് സ്റ്റോറി വീട്ടുകാരുമായി പങ്കുവച്ചത്. അനീഷ് ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അനീഷ് പറഞ്ഞു തുടങ്ങി. കർഷകനാണ്, ഒരു ന്യൂസ് റീഡറാണ്, ആങ്കറാണ്, ബാങ്ക് മാനേജർ വരെ ആയി. 10 വർഷത്തോളം ബാങ്കിൽ ജോലി ചെയ്തതിന് ശേഷമാണ് അനീഷ് ബാങ്ക് മാനേജർ എന്ന പദവിയിലേക്ക് ഉയർന്നത്. ബാംഗ്ലൂരിലൊരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്ത് ഇന്ന് അനീഷ് വീട്ടിലുള്ളവരോട് പറയുകയുണ്ടായി. തനിക്ക് കിട്ടിയ സമ്മാനത്തിന് കണക്കുകളില്ലെന്നാണ് അനീഷ് പറയുന്നത്. അത്രയും കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അനീഷ്. എഴുത്തുകാരനാണ്. തൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഇനി പ്രസിദ്ധീകരിക്കാനുള്ളൊരു പുസ്തകം തയ്യാറാക്കി വെച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ആഗ്രഹമാണ്. ഓരോ മേഖലകളിലും അദ്ദേഹം പോയിടത്തെല്ലാം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിലെല്ലാം വിജയിക്കുകയും ചെയ്ത, സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒരുപാട് അവാർഡുകളും ഒരുപാട് സമ്മാനങ്ങളും വാരിക്കൂട്ടിയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ്. ജോലിയുടെ ഭാഗമായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഒരുപാട് ഭാഷകൾ തനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നും അനീഷ് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ കാലത്ത് പോലും വീട്ടിൽ നിന്ന് 1 രൂപ പോലും ചിലവിനായി വാങ്ങിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് താനെന്നും തൻ്റെ സ്വന്തം പ്രയത്നത്താലാണ് താൻ വീടും മറ്റ് സാമ്പത്തിക സ്ഥിതിയും സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്നും അനീഷ് പറയുകയുണ്ടായി. ഏതൊരു വ്യക്തിക്കും ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സ്റ്റോറി തന്നെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷ് വീട്ടുകാരോട് പങ്കുവച്ചത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഉൾപ്പെടെ തൻ്റെ ആഗ്രഹ സബലീകരണത്തിനായി താൻ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും അനീഷ് പറയുന്നു. അനീഷിൻ്റെ സ്റ്റോറി പറഞ്ഞ് കഴിഞ്ഞനൊക്കെ അനീഷിനോട് വന്ന് കൈ കൊടുത്തത് അഭിലാഷ് മാത്രമായിരുന്നു. മറ്റാർക്കും അനീഷിൻ്റെ സ്റ്റോറിയെപ്പറ്റി ഒരു റിയാക്ഷനും ഇല്ലാത്ത ഒരവസ്ഥയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് കണ്ടത്. അനീഷ് സ്റ്റോറി പറഞ്ഞു തുടങ്ങിയ സമയത്തുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്കിന് ജിസേലും ആര്യനും ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അനീഷ് തൻ്റെ സ്റ്റോറി പറയുന്നത് 2 മിനിറ്റത്തേക്ക് നിർത്തിവെച്ചു. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച സമയത്താണ് അനീഷ് വീണ്ടും പറഞ്ഞു തുടങ്ങിയത്. കേൾക്കാനിരിക്കുന്നെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാരുടെ പെരുമാറ്റമാണ് ആ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതൊന്നും വകവെക്കാതെ, എന്നാൽ ഇമോഷണലി ഒരു കാര്യങ്ങളുമില്ല, തൻ്റെ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി സ്റ്റോറിയിലൂടെ അനീഷ് പറയുകയുണ്ടായി. തൻ്റെ കുട്ടിക്കാലം, കരിയർ, ഫാമിലി എല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു അനീഷ്. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തൃശ്ശൂരിലത്തെ ഒരു ലോക്കൽ ചാനലിൽ എനിക്ക് ന്യൂസ് റീഡറായിട്ടും ആങ്കറായിട്ടും ജോലി കിട്ടി. അങ്ങനെ ഞാൻ ഏകദേശം 2.5 വർഷക്കാലം ന്യൂസ് റീഡറായിരുന്നു, ആങ്കറായിരുന്നു. ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാണ്ട്, ഇപ്പോൾ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ആങ്കറും ഞാനും ഒരേ സമയം ആ ലോക്കൽ ചാനലിലൂടെ വന്ന ആളുകളാണ്. നിങ്ങളൊക്കെ കുറേ പേർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. എങ്കിൽ കൂടെ ഞാൻ പറയാണ്, ഞാൻ പേര് പറയുന്നില്ല, അവർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റെ പഠനത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു മുന്നോട്ട് നടത്തിയിരുന്നത്. എൻ്റെ പഠനത്തിൻ്റെ ചെലവുകളെല്ലാം ഞാൻ തന്നെയാണ് വഹിച്ചത്. ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പഠിച്ചിറങ്ങി ഉടനെ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ജസ്റ്റിനാണ് മിസ്സായത്. എങ്കിൽ കൂടെ ഞാൻ ബാംഗ്ലൂർ പോയി ഉടനെ എനിക്ക് IT മേഖലയിൽ ജോലി കിട്ടി. ആ സമയത്ത് തന്നെ എനിക്ക് ബാങ്ക് ജോലിയും ഞാൻ എക്സാമുകൾ എഴുതിയിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ബാങ്ക് ജോലിയും കിട്ടി. അങ്ങനെ 10 വർഷത്തിലധികം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ ബാങ്ക് മാനേജറായിരുന്നു. ആ ഒരു 10 വർഷത്തിലധികം ബാങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ വർക്ക് ചെയ്ത ബ്രാഞ്ചിലുള്ള ആളുകളൊക്കെ എന്നെ ഓർക്കുന്നുണ്ടാവും, അവിടുത്തെ സമീപത്തെ ആളുകളൊക്കെ എന്നെ ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ബാങ്ക് ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഹൈദരാബാദിലുണ്ടായിരുന്നു, എനിക്ക് തെലുഗു നന്നായിട്ട് അറിയാം. അതുപോലെ ഗുൽബർഗയിലുണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂര്,
കൊല്ലം പഠനത്തിന്റെ കുറച്ച് ഭാഗമായിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ഞാൻ അപ്പോഴും ബാങ്ക് ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്, അതിൽ 101% ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പെരുമാറും. അങ്ങനെ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. 2.5 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം ഒരു ലോങ് ലീവിന് അപ്ലൈ ചെയ്തു. ലോങ് ലീവ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിന്റെ പാരലൽ അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കാര്യമാണെന്ന് കരുതുന്നു. എല്ലാ കാലത്തും ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങളിൽ എഴുതാൻ പറ്റുമോ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരാളാണ്. എത്ര സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സ്കൂളിലാണെങ്കിലും കോളേജിലെ ഡിസോൺ പോലെയുള്ള മത്സരങ്ങളിലാണെങ്കിലും അതിനുശേഷം ഓരോ മത്സരങ്ങളിലും സമ്മാനമെങ്കിൽ 2 തവണ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ മികച്ച യുവ എഴുത്തുകാരുടെ ക്യാമ്പിലേക്ക് 2 തവണ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയും അനീഷ ബുക്ക് ഇറക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് സമയം ഉണ്ടായിരുന്നില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലോങ് ലീവ് എടുത്തപ്പോൾ ലോങ് ലീവ് എടുത്തു കഴിഞ്ഞ് കൃത്യം പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉറങ്ങുന്നത് വെറും 4 മണിക്കൂർ മാത്രമാണ് ഞാൻ കിടന്നുറങ്ങുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ബുക്ക് ഇറക്കണം, എത്രയും പെട്ടെന്ന് എൻ്റെ ആഗ്രഹങ്ങളെ പിന്തുടരണം എന്ന് വിചാരിച്ച് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങി എന്നാണ് എൻ്റെ പുസ്തകത്തിന്റെ പേര്. അത് കൂടാതെ എൻ്റെ 2ാമത്തെ പുസ്തകം എഴുതി കംപ്ലീറ്റ് ആയിട്ട് അത് പ്രസാധകർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. അത് കൂടാതെ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങൾ മീഡിയ ഫീൽഡിൽ എനിക്ക് വന്നതാണ്. ഒരുപാട് കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു പ്രമുഖ ചാനലിലേക്ക് എനിക്ക് അവസരം കിട്ടിയതുമാണ്. ഏറ്റവും വലിയ ചാനലുകളിൽ ഒന്നിലേക്ക് എനിക്ക് അവസരം കിട്ടിയതുമാണ്. പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന കാര്യം എനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ അവസരം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇന്നെനിക്ക് സ്വന്തമായി അധ്വാനിച്ച് വീടുണ്ട്, സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ട്, പണമുണ്ട്. ഇനി എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ഞാനിപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. അടിപൊളി കഴിഞ്ഞില്ലേ? അരമണിക്കൂർ ഫുഡ് കേട്ടോ. പെട്ടെന്ന് റൊട്ടി ഉണ്ടാക്കുക ഞങ്ങളെല്ലാം